ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ടോട്ടലി നിങ്ങളെക്കുറിച്ചായിരിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങളെക്കുറിച്ചായിരിക്കും. രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ഫയൽ സെലക്ട് ചെയ്ത് നിങ്ങളൊരു ആ വീഡിയോ കാണുന്നത് സെക്കൻഡ് പാർട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഫയലിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റീഡിംഗ് പോകണം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ, ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ്, നിങ്ങളുടെ സംഭവങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹീലിംഗ് പ്രോസസ്സ്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ചൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പീസ്ഫുൾ ആവാൻ പറ്റിയൊരു സമയമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ചെയ്ത് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ഫീൽ കണ്ടെത്താൻ പറ്റും. ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അനുയോജിതമായി നിങ്ങൾക്ക് ഈ സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് ആവുന്നൊരു സമയമാണ്. നിങ്ങളെ കൂടുതലും ഷൈൻ ചെയ്ത് തോന്നിപ്പിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ്, ഇന്നർ നോയിങ് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൂടുതലും നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് അടുത്ത് സംസാരിക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. എല്ലാത്തിലും ഒരു എൻജോയ്മെൻറ്റ് ഫീലിംഗ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, കൂടുതലും ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് കാമായിട്ട് നിൽക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും, എന്തൊക്കെ സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. കൂടുതലും നിങ്ങൾക്ക് ഫീലിങ്സാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. ഫീലിങ്സ് എന്ന് പല രീതിക്കുള്ള ഫീലിങ്സ് ആയിരിക്കാം. എന്താ പറയുക, ഇമോഷണലായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് ബേസ് വെച്ചിട്ടൊരു ഫീലിങ്സ് ഉണ്ടാവാം. കൂടുതലും കംഫർട്ടായിരിക്കാം. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അടുത്തൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. എല്ലാത്തിലും ഒരു 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 ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ടൈമാണ് ഈ സമയം. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ടൈമാണ് ഈ സമയത്ത്. നിങ്ങൾക്ക് ഒരു ഈവനിങ് ടൈം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അടുക്കളത്ത് സംസാരിക്കുവാനും, നിങ്ങൾക്ക് പാചകം ചെയ്യുവാനും, അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ഒരു സന്തോഷം പോലും നിങ്ങൾക്ക് വലിയൊരു ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു അവേക്കനിങ് സ്റ്റേജാണ്. പുതിയ ലൂപ്പ് ക്രിയേറ്റഡ് ആവും ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്. ഒരു ഫാൻറ്റസി വേൾഡിൽ പെട്ടൊരു സിറ്റുവേഷൻ, ഡയമെൻഷൻ മാറുക, എക്സ്പീരിയൻസ് ചെയ്യും. ചില സംഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നൊരു സിറ്റുവേഷൻ പോലും നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഒറ്റയ്ക്കിരിക്കുന്നൊരു സമയത്ത് പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പീസ്, ഒരു കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവും കൂടുതൽ നിങ്ങളെ സംബന്ധിച്ച്. ഫ്രസ്ട്രേഷൻ ആയാലും സിറ്റുവേഷൻസ് ആയാലും അതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കാം ആവാൻ പറ്റും. ആ സമയത്ത് ജോലി ആയാലും ജോലി തിരക്കായാലും അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ഹീലാവാൻ പറ്റും. ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ആവാൻ പറ്റും. ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് അനുയോജിതമായിട്ടുള്ള നാച്ചുർ നിങ്ങൾക്ക് ഈ സമയത്ത് യൂണിവേഴ്സ് തരുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്ക് അനുയോജിതമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ യൂണിവേഴ്സിൽ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗൂസ് ബംസ്, എനർജി ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങളെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്താൽ, നിങ്ങൾക്ക് നിങ്ങളെ പാചകം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളാരാണ്, നിങ്ങളെന്താണ്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നിങ്ങളുടെ ശൈലി എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങളെ ഈ സമയത്ത് ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ
ചില ഡിസിഷൻസിന് ചില തീരുമാനങ്ങളുണ്ടാവണം ഈ സമയം. ചില സിറ്റുവേഷൻസിന് ഒരു തീരുമാനം ഉണ്ടാവുന്നുണ്ട്. ചില ഫൂളാക്കി നിർത്തിയേക്കുന്ന ചില സിറ്റുവേഷൻസിന് ഒരു ഡിസിഷൻ ഉണ്ടാവുന്നുണ്ട്. ചില റിലേഷൻഷിപ്പുകൾ പ്രിപ്പയർ ആവുന്നുണ്ട്. ചില സോൾമേറ്റ് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പുതിയ സ്റ്റോറി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോള്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതിനൊക്കെ ഒരു എൻഡിങ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം ഈ ഒരു സമയത്ത്. കൂടുതലും ഫോക്കസ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സറിഞ്ഞ് ഹാപ്പിനെസ്സായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു സമയത്തിലോട്ട് നിങ്ങൾ കംഫർട്ടായിട്ടുള്ളൊരു സോണിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ആരും നിങ്ങൾക്ക് ഡിപ്പെൻഡഡ് ആയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് കയറാൻ പറ്റുന്നു. കാരണം ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂട്ടീവും വ്യക്തമായിട്ടുള്ള എന്താ പറയുക, യോഗ, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ നാച്ചുറലുമായിട്ടും കൂടുതൽ അടുക്കുക, യൂണിവേഴ്സിലുമായിട്ടും കുറേയധികം ഭയങ്കരമായിട്ടും അറ്റാച്ച്ഡ് ആവുക, യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കുക, കൂടുതലും അവേക്കിനിങ് സ്റ്റേജിലോട്ട് കടന്നു പോവുക, നിങ്ങളുമായിട്ട് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പം ഇമോഷണലി ചില മാറ്റങ്ങളുണ്ടാവും. കാരണം ഇമോഷൻസിൽ ചില മൂഡ് സ്വിങ്സ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഇമോഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലോട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഷൈൻ ചെയ്യും. കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ എക്സാജുറേറ്റും ചെയ്ത് കാണിക്കാൻ പറ്റും. ആൾക്കാരെ നിങ്ങളെ അംഗീകരിക്കും, കുറേ സമയം നിങ്ങളെ അംഗീകരിക്കും. ചില ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ട് സോൺ കണ്ടുപിടിച്ച് പോകാൻ പറ്റും. റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിക്കുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റേഷൻ ഓരോന്നും പറഞ്ഞു തരാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ ട്രിക്ക് നിങ്ങൾ ഓരോന്നും വരാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിലോട്ട് അത് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങും. ചില ആൾക്കാർ പണ്ട് നിങ്ങളുടെ സംസാരിച്ച കണക്കായിരിക്കത്തില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത്. കുറച്ച് പോസിറ്റീവായിട്ടായിരിക്കും ഈ സമയം നിങ്ങൾ സംസാരിക്കുന്നത്. പണ്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നശിപ്പിച്ച ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെടുത്തോട്ട് വരണം എന്നുള്ളൊരു നിങ്ങൾ എനർജി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു യൂണിവേഴ്സലിൽ നമുക്ക് എനർജി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓറ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഈ ഓറ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് ചില ഇണകളെ സംബന്ധിച്ച് അത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവരിൽ നിന്ന് സ്പ്രെഡാവുന്ന ചില ജീവികൾ, പ്രപഞ്ചത്തിലുള്ള ചില ജീവികൾക്ക് അവരവരുടെ സെക്സ് ചെയ്യുന്ന സമയത്ത് അവരൊരു ഇന്ദ്രിയം അവരൊരു എന്താ പറയുക, ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജീവിക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്ര ലോങ് നിന്നാൽ അറിയാൻ പറ്റും. അത് അതിൻ്റെ ഒരു മണം, സ്മെല്ല് അറിയാൻ പറ്റും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു ഓറ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു ഹോർമോൺ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഹോർമോൺ നിങ്ങളിലോട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ നിങ്ങൾ ത്യജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആർജിക്കുന്നുണ്ട് ഈ സമയത്ത്. ചില സിറ്റുവേഷൻ ഒരു എൻഡ് ആവുകയാണ്. ചില സിറ്റുവേഷൻസ് എൻഡായിട്ട് ന്യൂ ജേണി തുടങ്ങിയാണ്. ചില സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, കരിയർ, ചില ബിസിനസ് പാർട്ട്നേഴ്സ്, ചില ഫ്രണ്ട്ഷിപ്പുകൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ലൂപ്പുകൾ എൻഡായിട്ട് പുതിയ ജഡ്ജ്മെൻറ്റ്, പുതിയ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ തുടങ്ങണം. ഒരു ഹീലിംഗ് പ്രോസസ്സ്. അതായത് നിങ്ങളുടെ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ആയതിനു ശേഷം, അതായത് ഓൾമോസ്റ്റ് അതിൻ്റെ ടൈം എൻഡായി, ഇനി ആ സമയം കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ലൂപ്പിലോട്ട് കയറുന്നു, പുതിയൊരു സമയത്തൊട്ടിൽ പുതിയൊരു സിറ്റുവേഷനിലോട്ട് കയറുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഗ്രോത്ത്, സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. സഡൻലി ആയിട്ടുള്ള ഗ്രോത്ത്, സഡൻലി ആയിട്ടുള്ള സക്സസ്, സഡൻലി ആയിട്ടുള്ളൊരു പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നു, ഒരു അന്ത്യം ഉണ്ടാകുന്നു, ഒരു അവസാനം ഉണ്ടാകുന്നു. നിങ്ങളത് അറിയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾ എന്തിലോട്ടാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, പാഷനേറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്, നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പല സിറ്റുവേഷനും ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങളവിടെ വണ്ടറായിട്ട് നിൽക്കേണ്ടി വരും. ചില സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങൾ വണ്ടറായിട്ട് നിൽക്കും. ഇത് എങ്ങനെയാണ് നടക്കുന്നത്, ഇതെങ്ങനെയാണ് സിറ്റുവേഷൻസ്, ഇത് എന്ത് സിറ്റുവേഷനാണ് എന്ന് നിങ്ങൾ വണ്ടറായിട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്യുവറായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ പോകേണ്ടി വരും, റിയലൈസേഷൻ ചെയ്യേണ്ടി വരും.
ആ ഒരു മിറാക്കിൾ വേൾഡിൽ കൂടെ, ആ ഒരു മിറാക്കിൾ ഫാൻറ്റസി വേൾഡിൽ കൂടെ നിങ്ങൾ പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റും ചില സിറ്റുവേഷൻസ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ജേണി എന്ന് പറയുന്നത്, ഈ ഒരു സമയം എന്ന് പറയുന്നത് കൂടുതലും മാക്സിമം കംഫർട്ടായിരിക്കും. നിങ്ങളിൽ തന്നെ കംഫർട്ടായിരിക്കും. എനർജീസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എനർജീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡൗൺ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറും സിമ്പിളായിട്ട് കൂളാക്കി യൂണിവേഴ്സ് മാറ്റിത്തരും. അതായത് പണ്ട് നിങ്ങൾ പെയിൻഫുള്ളായിട്ട്, പണ്ട് നിങ്ങൾ വിഷമിച്ച ഓരോ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും, ഇന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആവും. നിങ്ങൾ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്തായിരുന്നു, ഇത് എന്താണ് ഇങ്ങനെ, ഇതെന്ത് സിറ്റുവേഷനാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വരാൻ കാരണം എന്താണ്? ബട്ട് അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു പ്രത്യേക ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പാസ്റ്റിലോട്ട് നിങ്ങൾ പോകും. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ചെറുപ്രായം എന്താണ്, നിങ്ങളുടെ പാസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലം എന്താണ്, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാസ്റ്റൊക്കെ നിങ്ങൾ തിരക്കി പോകുന്നൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെന്താണ്, നിങ്ങളുടെ ഇന്നർ എന്താണ്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം ഇവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, ഇൻസിഡൻറ്റ്, നിങ്ങൾ അതുവഴി പോകണം. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇന്ന് ഈ പോയിന്റിൽ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സക്സസ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് ക്രിയേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. നിങ്ങൾക്കത് നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾ നന്ദി പറയുന്നൊരു ടൈമായിട്ടാണ് കാണുന്നത് ഈ സമയം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ടും യൂണിവേഴ്സ്, കാരണം അത്രയും വേവ് ലെങ്തിലൂടെ വരുന്നുണ്ട്, അത്രയും പ്യുവറായിട്ടുള്ള ഡിവൈൻ ടൈമാണിത്. അപ്പം ഈ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ അത് അറിയാൻ പറ്റും, നിങ്ങളുടെ ഡിവൈൻ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പവർഫുള്ളിലോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സമയത്ത് ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ്, എബൌട്ട് എല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഈവൻ നിങ്ങളുടെ ലുക്ക് വരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഈ പ്രപഞ്ചത്തിനടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ ലുക്ക് വരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫോർമേഷൻ അവർ നിങ്ങൾക്ക് ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പം അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ നിങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ റിവീൽ ആവുകയാണ്. നിങ്ങളെന്താണ്, നിങ്ങളാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്നൊരു സംഭവം. നിങ്ങൾ മറ്റൊരാളെ ആസ്വദിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു സമയം പോലും നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഫീൽ ആയിട്ടൊരു സാധനമാണ്. നിങ്ങൾക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ഒരു അവേക്കനിങ് സ്റ്റേജ്. കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളായി മാറുന്നുണ്ട്. ഒരു മാസ്ക് ഇടാതെ നിങ്ങളായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ആരുടെത്തേക്കോ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ജെന്യുവിനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. അപ്പം സോള് നമ്മൾ കൂടുതലും കേരളത്തിൽ സോള് കൂടുതലും നമ്മളുമായിട്ട് അടുക്കുന്ന സമയമാണ്. ഈ സോളിന് വെള്ളമൊക്കെ ഭയങ്കര അട്രാക്ഷനാണ്. അപ്പം അതുമായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻസ്. ഒരു ലൂപ്പ് മാറിയതിന് ശേഷം സ്വന്തമായിട്ടുള്ളൊരു ലൂപ്പ്, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓറ ലൂപ്പ്, നിങ്ങളുടെ ഡിപ്പെൻഡഡ് ആവാതെ നിങ്ങളുമായിട്ടുള്ളൊരു സോൾ, ഒരു കോൺട്രാക്റ്റ്, നിങ്ങളെ സോൾ നിങ്ങളുമായിട്ട് അടുത്ത് ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അല്ല അങ്ങനത്തെ പോകുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പ് അബൌട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളെന്തായാലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്, ടിൻ ഫ്ലെയിം ജേണി കാണുന്നുണ്ട്, സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് ഉണ്ട് എന്ന് ഞാൻ 100% ഗ്യാരണ്ടി പറയാം. നിങ്ങളുടെ ലൈഫിൽ സോൾമേറ്റ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫെമിനിൻ എനർജി ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു മസ്കുലർ എനർജി ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടി ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലൊരു സംഭവം ഉണ്ടാവും. നമ്മുടെ ലൈഫിലൊരു സംഭവം ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും എന്നിലാണോ ആ കുട്ടി, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിലാണോ ആ കുട്ടി എന്നുള്ളത് മുന്നേ നിയോഗിക്കപ്പെട്ടതാണ്. അതായത് ഇപ്പം 2 പേര് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിലായിരിക്കും ആ കൊച്ചിരിക്കുന്നത്. അതാണ് കൊടുക്കൽ വാങ്ങൽ ബന്ധം. പ്രകൃതിയുടെ ഒരു രഹസ്യമാണത്. പ്രകൃതിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു കണക്ഷനാണ്. 2 പേരുടെ കയ്യിലുണ്ട്. ബട്ട് ഒരാളുടെ കയ്യിലായിരിക്കും ആ ജനിക്കാൻ പോണ കൊച്ചിൻ്റെ എല്ലാം ഇരിക്കുന്നത്. ജനിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫെമിനിൻ എനർജിയുടെ വയറ്റിൽ തന്നെയാണ് ജനിക്കുന്നത്. ബട്ട് ആ ഒരു സോള് എന്ന് പറയുന്നത് ഒരാളിൻ്റെ പകുതിയാണ്. 2 ആളിൻ്റെയും അതിൽ വയറ്റിൽ ജനിക്കുന്നത് കൊണ്ട് അതിൻ്റെ ജന്മമായിട്ട് ജനിക്കുന്നു. ആ കൊച്ചി ഇതിൻ്റെ ജന്മമായിട്ട് ജനിക്കുന്നു. ബട്ട് അത് ഞാൻ എങ്ങനെ പറഞ്ഞാണോ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. എനിക്കത് പറയാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്ന്. ബട്ട് എന്താ പറയുക, ഇപ്പം ഒരു പെണ്ണും ആണും ചേർന്ന് കഴിഞ്ഞിട്ട് അതിലുണ്ടാവുന്നൊരു കുട്ടിയുണ്ടോ? ബട്ട് മുഖ ഷേപ്പും കാര്യങ്ങളും വേറെ 2 പേരെയും ആണെങ്കിൽ പോലും സോള് വേറൊരു സിറ്റുവേഷൻസിലായിരിക്കും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചെടുത്താൽ മതി. അത് അങ്ങനത്തെ ഒരു കണക്ഷനാണ്. അപ്പം ഈ സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പാസ്റ്റ് തിരക്കി പോകുന്നുണ്ട്. നിങ്ങളിവിടെ ജനിച്ച ആൾക്കാരാണ്, നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം നടക്കണം. നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി ഗൈഡൻസ് ആയിട്ട് വരുന്നുണ്ട്, ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉടനെ കടന്നു വരുന്നുണ്ട്, ഏതൊരു വ്യക്തി നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ, അത് വേറെ രാജ്യത്തായിരിക്കാം, നിങ്ങൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ പരിചയപ്പെടുന്ന വ്യക്തികളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്നൊരു വ്യക്തിയായിരിക്കാം. ബട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ബന്ധം നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷനായിട്ട് ഒരു ഐ കോണ്ടാക്ട് വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ട്. ഫെമിനിൻ എനർജി ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പാസ്റ്റ് ലൈഫിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എന്തോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഗണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുമെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റി, അതേ ചിന്താഗതി, അതേ ഹാപ്പിനെസ്, അതേ ഹോബി, അതേ സെക്ഷൻ, എല്ലാത്തിലും. ഞാനിപ്പം ഒരു ടാറോ കാർഡ് റീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അതേ രീതിയിലുള്ള ടാറോ കാർഡ് റീഡർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അതേ ഹോബി, എൻ്റെ അതേ ചിരി, എൻ്റെ അതേ മെൻറ്റാലിറ്റി എന്നൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു കണക്ഷൻ തോന്നും. വേറെ രീതിയിലുള്ള കണക്ഷൻ അല്ല, ബട്ട് ഒരു കണക്ഷൻ നമുക്ക് തോന്നും. അത് എൻ്റെ അതേ സിറ്റുവേഷൻ, എൻ്റെ അതേ സോൾമേറ്റും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈനായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ടാറോ കാർഡ് റീഡർ തന്നെ ആവണമെന്നില്ല, ബട്ട് അങ്ങനത്തെ ഒരു കണക്ഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും. ബട്ട് ആ ഒരു നമ്മൾ കംഫർട്ടായിരിക്കാം, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് കടന്ന് പിന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ബട്ട് പിന്നീട് അതങ്ങ് എൻഡാവും. ബട്ട് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ബട്ട് ആ വ്യക്തി നിങ്ങളെ കല്യാണം കഴിച്ച് കുട്ടിയായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങനത്തെ ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. അങ്ങനത്തെ ഉള്ളൊരു വ്യക്തി വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റുവേഷൻസ് ഡാർക്ക് ആവാൻ തുടങ്ങും, പ്രോബ്ലംസ് വരാൻ വേണ്ടി തുടങ്ങും. ബട്ട് എനർജി ഇങ്ങനെ ലോസ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ടിൻ ഫ്ലെയിം ജേണിയിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറേ ഇഷ്യൂസ് നിങ്ങൾ അനുഭവിക്കണം. കുറേ ഇഷ്യൂസ്, സിറ്റുവേഷൻസ് ഒക്കെ അനുഭവിച്ചതിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് ടോട്ടൽ ചേഞ്ചാക്കി, ട്രാൻസ്ഫോർമേഷനാക്കി, നിങ്ങളൊരു പ്യുവറാക്കി മാറ്റിയതിന് ശേഷമാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എടുത്ത് കളഞ്ഞിട്ട് ലൂപ്പെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ. അതിനാണാണോ പെണ്ണാണോ എന്നൊന്നുമല്ല, അത് ആണും പെണ്ണും ആരായാലും. ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്ന നിങ്ങളൊരു ആണാണെന്നുണ്ടെങ്കിൽ ഒരു ബോയ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ പെണ്ണ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടും മാറി വരാനും ചാൻസ് ഉണ്ട്. മസ്കുലാർ എനർജി വരാനും ചാൻസ് ഉണ്ട്, വേറെ എനർജി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങും, പാസ്റ്റിനെ കുറിച്ചുള്ള സ്വപ്നം കാണാൻ തുടങ്ങും. ഡിവൈൻ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏഞ്ചൽസ് കൊതിച്ച് നിൽക്കുന്നൊരു സമയമാണ്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദൃശ്യ ശക്തികളെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, പേടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കാണാമെന്നുള്ളേ ഉള്ളൂ. അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യും.
ഡിവൈൻ ഹാസ് എ പ്ലാൻ. ഡിവൈൻ്റെ പ്ലാൻ അനുസരിച്ച് കുറേയധികം സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. ബട്ട് ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ എത്തിപ്പെടാനായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആകുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച വ്യക്തികൾ ഏത് വ്യക്തികളായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം ചില ആൾക്കാർ ചില ജഡ്ജ്മെൻറ്റ് നിൽക്കണം, ചില റിലേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഇതാരാണ്, ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കണം. ബട്ട് ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് കുറേ റിലേഷനൊക്കെ എൻ്റെ ആയിട്ട് പുതിയ റിലേഷനിൽ കയറുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. യു ആർ എ മാസ്റ്റർ. നിങ്ങളൊരു മാസ്റ്ററാണ്. ഇപ്പം ഞാൻ ഒരു എനർജി മാറിയിട്ട് ചില സംഭവം പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് പല്ല് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻ ആവുന്നുണ്ട്. ഒരു റിലേഷനിൽ പെട്ടിട്ട് ഭയങ്കര പെയിൻ ആവുന്നുണ്ട്. ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അളക്കുന്നുണ്ട് ആ റിലേഷന്. എനിക്ക് ഇത്ര സ്നേഹം പോരാ, അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു ലോസ് വരുന്നു, എൻ്റെ എനർജി എല്ലാം ലോസ് ആവുന്നുണ്ട്, ബട്ട് എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണ് കുറവ്. ഒരു നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. കുറേ ഒരു റിലേഷൻ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്നവരും നിങ്ങളടുത്തോട്ട് അടുക്കുന്ന ആൾക്കാരും നിങ്ങളിൽ നിന്നും അകന്നു പോകാനും ഈ ഒരു റിലേഷൻ ഭയങ്കരമായിട്ടും ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഇതാവുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും കെയർ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനസ്സാണ്, അല്ലെങ്കിൽ അത്രയും പ്യുവറായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പോട് നിങ്ങൾ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ പരമായിട്ടുള്ളത്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഫാമിലി ബന്ധം കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പഠിച്ചു. അതായത് ഒരു ജേണി ആയിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെയുള്ളൊരു ജേണീന് ഈ വ്യക്തി നിങ്ങളെ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ട് നിർത്തി എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലാവുന്നുണ്ട്, കാത്തു സൂക്ഷിച്ച് ഇന്നും വെക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി ഇന്നും മനസ്സിൽ ആലോചിച്ച് വെക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് യു ആർ എ മാസ്റ്റർ. നിങ്ങൾ മാസ്റ്ററായി. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് മാസ്റ്ററായി. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങളെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ് ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം കുറേ പൈസ ഉണ്ടാക്കി പോകുന്നത് മാത്രമല്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ നന്മകളും തിന്മകളും അറിയേണ്ട കുറേ കാര്യങ്ങളും സിറ്റുവേഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങളിപ്പം ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ലൈഫിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റി. ബട്ട് വേറൊരാൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, വേറൊരാൾക്ക് അറിയാൻ പറ്റിയില്ല. ടൈം പോയി എല്ലാ സംഭവം തന്നെയാണ്. ബട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു. ചില ആൾക്കാരെ സംബന്ധിച്ച് അത് മൂവ് ഓൺ ആണ്, ചില ആൾക്കാരെ സംബന്ധിച്ച് ഡൗൺ ഫെയിലിയർ സിറ്റുവേഷനാണ്. അപ്പം ഇനി നിങ്ങളെ കാര്യങ്ങൾ നോക്കി പോകേണ്ട ഒരു ടൈമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് അത് നിന്നിട്ട് കാര്യമില്ല, പെയിൻഫുള്ളാണ്. അത് നിന്നിട്ട് ഒരു കാര്യമില്ല, കാരണം വർഷങ്ങൾ പോയി, പെയിൻഫുള്ളാണ്, അതിനൊരു കാര്യമില്ല, അതൊരു മൂവ് ഓൺ സിറ്റുവേഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് വിഷമിച്ചിട്ട് തന്നെ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിലൊരു കുറേ ട്രോമാസ് ഉണ്ട്, മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ഉണ്ട്, മറക്കാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതുമായിട്ട് കുറേ കാലം നടന്നു, ബട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് പെയിൻഫുൾ ആവുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ലോസാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. എനർജി ഭയങ്കരമായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ഓറ കൂടുന്നത്, ഭയങ്കരമായിട്ടും എനർജി കൂടുന്നത്, ഹാപ്പിനെസ് കൂടുന്നത്. ബട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു പെയിൻഫുൾ ആവുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വ്യക്തി ഒരു ലൂപ്പിലായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കംഫർട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പേഷ്യൻസ് ആയിരിക്കാം. മേ ബി ആ വ്യക്തി നിങ്ങൾ ഫുൾ ആയിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ കംഫർട്ടായിരിക്കാം. ഓക്കെ, ആ വ്യക്തിയിൽ മാത്രം കംഫർട്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ. ബട്ട് നിങ്ങളെ ഇങ്ങനെ ആക്കിയെടുക്കാൻ മാത്രം ആ വ്യക്തി വളർന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെയാണ് ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ജെന്യുവൻ ഫീലിങ്സിലാണ്. അന്ന് ആ വ്യക്തി കണ്ട ഫീലിങ്ങിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ആ വ്യക്തി അന്ന് നിങ്ങൾ ഫസ്റ്റ് എങ്ങനെയാണ് ആ വ്യക്തി കണ്ടത്, ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ. ബട്ട് ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്തും ആ റിലേഷൻ നിൽക്കുന്ന സമയത്തും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. കുറേ അധികം മാറ്റങ്ങളുണ്ടായിരുന്നു, കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ബട്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്, ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു പവർ ഓഫ് യൂണിവേഴ്സ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിൽ വരണം. ഈ പ്രണയം ഉണ്ടാക്കി ആ ഒരു ലൂപ്പിലോട്ട് കയറി ആ ഒരു പ്രണയം എന്താണെന്ന് മനസ്സിലാക്കി രണ്ടുപേര് ചേർന്നിട്ടുള്ളൊരു പ്രണയം ആ ഒരു വേൾഡിലായിരിക്കും.
അതൊരു തേർഡ് പാർട്ടി വരുന്നവരേക്കും ആ ഒരു വേൾഡിലായിരിക്കും. ആ ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമാവും. പിന്നെ കണക്ക് കുറേ റീഡേഴ്സും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ കയറി ഇറങ്ങും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പം ഇത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം പറഞ്ഞത് മനസ്സിലാക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക. അത് റിലേഷൻഷിപ്പ് ആയാലും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതപ്പോൾ ഒഴിവായി. പറഞ്ഞിട്ട് പോകാൻ പറയണം. അല്ല, പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് തീരണം. ഓക്കെ. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിനാവും. ആ മനസ്സ് നിങ്ങൾക്ക് പിന്നെ ആ മനസ്സ് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് അത് ലോക്കാവും. അത് അവിടെ കിടന്ന് ലോക്കാവും. പിന്നെ അതെടുത്ത് കീറി മുറിച്ച് നിങ്ങൾ പരിശോധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ജഡ്ജ്മെൻറ്റാണ്. പിന്നെ അങ്ങോട്ട് അതിനെക്കുറിച്ച് ആ മനസ്സ് നല്ലതാണോ, ആ മനസ്സ് ചീത്തയാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കാൻ നിങ്ങളെ തന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടി വരും. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഗ്രോത്ത് ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത് തന്നെ, മൂൺ സിറ്റുവേഷൻ. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം, സോളിറ്റ്യൂഡ് അവസ്ഥ. ആരും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം. കാരണം കുറേ പണി കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൽ കുറേ അധികം ആൾക്കാരെ സഹായിച്ചതിൻ്റെ പേരിൽ, ലൈഫിൽ കുറേ അധികം ആൾക്കാരെ അടുപ്പിച്ചതിൻ്റെ പേരിൽ, കുട്ടിത്തം കാണിച്ചതിൻ്റെ പേരിൽ, ചൈൽഡിഷ് കാണിച്ചതിൻ്റെ പേരിൽ, ജെന്യൂനായിട്ട് നിന്നതിൻ്റെ പേരിൽ കുറേയധികം പണി കിട്ടി. അവേക്കനിങ് ആയി. റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഡിവൈൻ കുറേയധികം പണി തന്നു. ലൂപ്പൊക്കെ ക്രിയേറ്റഡ് ആയി. കുറേയധികം ആൾക്കാർ അന്ന് കൂടെ നിന്ന് തത്തിയും തലോടിയും ഒക്കെ കുറേയധികം സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോയി. കൂടെ നിന്നവരൊന്നും ഇപ്പം ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ, ഒരു ലോൺലെസ് ഫീലിംഗ്, ഭയങ്കരമായിട്ട് ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ. ഇപ്പം ഒരുപാട് പാഠപുസ്തകങ്ങളാണ് കയ്യിലിരിക്കുന്നത്. ഒരു ബാഗും കൊണ്ടാണ് നടക്കുന്നത്. കാരണം അതിന് നിറച്ച് പാഠപുസ്തകങ്ങളാണ്. ഇപ്പം ആരും കൂട്ടുവേണ്ട. ഇപ്പം ആരും കൂട്ടുവേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു. റിലേഷനായാലും കരിയറിലും ആരായാലും കൂടെ ഉണ്ടാകത്തില്ല. ഇങ്ങനത്തുള്ള ചില റീഡേഴ്സ് മാത്രം വന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോകും. അത് ഡിവൈൻ ബ്ലെസ്ഡ് ആയിട്ട് വന്നിട്ട് ചില സിറ്റുവേഷനിൽ വന്നിട്ട് സംസാരിച്ചിട്ട് പോകും. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചില റീകൺസിഡർ ഉണ്ടാവുന്നത്. നമ്മളൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയം, നമ്മളെല്ലാത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് നിൽക്കുന്ന സമയം, പെയിൻഫുൾ അടിച്ച് നിൽക്കുന്ന സമയം റീകൺസിഡർ ഉണ്ടാവും. ഇതാണ് യൂണിവേഴ്സിൻ്റെ കളി. അതെന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്? നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സോള് വ്യക്തമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാവല്ല നമ്മുടെ സോള്. കോൺട്രാക്റ്റ് ഒപ്പിട്ട് നമ്മളെ സോളിന് എല്ലാം അറിയാം. വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി വന്നിറങ്ങിയ ലൈഫ് ഫുള്ള് കണ്ട് തിരിച്ചിറങ്ങി പോകാൻ വേണ്ടി മാത്രം അപ്പൂപ്പൻ്റെയൊക്കെ പ്രായമുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ കിടക്കുന്നത്. അത് കളിപ്പിക്കും ആ ബോഡി കിടന്നിട്ട്. അതിനെ വെച്ച് കളിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാർ രക്ഷപ്പെടും, ഇല്ലാത്തവൾ പെയിൻ അടിച്ച് നിൽക്കും. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ അങ്ങനെ പെയിൻഫുൾ അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ സോള് ആ വ്യക്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്ലാൻ ചെയ്യും. തിരിച്ചു കൊണ്ടുവരും, ഒരു ഹായെങ്കിലും ഇടും. നിങ്ങളത് മറക്കുന്ന സമയത്ത്, ഇതാണ് മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളാണ്. ഇതൊക്കെ മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. നിങ്ങൾ ആ വ്യക്തിയെ മറക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരും എന്നൊക്കെ പറയും. അത് ഓക്കെയാണ്. ബട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോഗ്രാം ഇതൊക്കെ സോൾവ് ചെയ്ത് വയ്ക്കും. ദ ഹോൾ യൂണിവേഴ്സും നിങ്ങളുടെ സോളും തമ്മിലുള്ള കോൺട്രാക്റ്റാണ്. ദ ഹോൾ യൂണിവേഴ്സ്, ദ അൾട്ടിമേറ്റ്, ദ ഹോൾ യൂണിവേഴ്സ്. ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളടുത്ത് നിങ്ങളുമായിട്ട് ചെയ്യുന്നൊരു ഇതാണ്. നിങ്ങൾ എന്ത് വേണ്ടാന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾ അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ പണ്ടത്തെ ഒരു ആഗ്രഹം നിങ്ങൾ എന്ന് മറക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ലൈഫിൽ അത് വരും. അത് യൂണിവേഴ്സും നിങ്ങളുടെ സോളും തമ്മിലുള്ളൊരു കളിയാണ്, കോൺട്രാക്റ്റാണ്. ചില സമയത്ത് അത് വേണം, ചില സമയത്ത് അത് യൂണിവേഴ്സ് സംബന്ധിച്ച് അത് വേണം. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട്ട് അടുക്കുന്നതാണ് നിങ്ങളുടെ സോളിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നിങ്ങളോട്ട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രോഗ്രാമൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ വ്യക്തിനെ നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളുടെ സോൾ തന്നെ കൊണ്ടുവരും. അത് വേറെ ഒന്നിനുമല്ല കൊണ്ട് തരുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസിഷനാണോ, പറഞ്ഞ വാക്ക് പാലിക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ കൂടെ നിൽക്കും. പിന്നെ ഇഴഞ്ഞ് വരേണ്ടി വരും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇഴഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ അതിന്
ഇത് കൊടുക്കത്തില്ല. കാരണം അത് സോളിൻ്റെ ഒരു പവറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സോൾ പവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോൾ പവർ, സോളിൻ്റെ ആത്മാവിൻ്റെ പവർ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എനർജി എടുത്ത് എരിഞ്ഞ് കൊടുത്തിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അത് ടൈം കഴിഞ്ഞു. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീകൺസിഡർ, ഇപ്പം നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. റീകൺസിഡർ ഉണ്ടാവും. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നണമെന്നുള്ള ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരും. അത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ സോൾ നിങ്ങളെ കൊണ്ടുതരും. അത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ സോളിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒരു വ്യക്തിനെ, ഇപ്പം എൻ്റെ അടുത്ത് വളരെ ചോദിക്കുന്നത്, ഒരു വ്യക്തി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഉറപ്പായിട്ടും കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. രാത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കൊന്ന് കൊണ്ടുതരണം. ഇത് യൂണിവേഴ്സിൻ്റെ അടുത്ത് നീ പറഞ്ഞെന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഇറങ്ങിപ്പോയിട്ട് കാണേണ്ട ആൾക്കാരെ കണ്ടത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടിങ് വരും. പിറ്റേന്നാകുമ്പോഴത്തേക്കും നിങ്ങളുടെ സോള്, നിങ്ങളുടെ ആ പയ്യൻ അല്ലെങ്കിൽ ആ പെണ്ണ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇതൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ഭൂമിയല്ലേ. അപ്പം നമ്മളെന്തായാലും 100 വർഷമുള്ള ആൾക്കാർ ഇവിടെ എന്തായാലും എല്ലാവരും ഇറങ്ങിപ്പോവുള്ളൂ. ഇപ്പം ഞാനും ഇറങ്ങിപ്പോയിട്ട് നിങ്ങളും ഇറങ്ങിപ്പോവും, എല്ലാവരും ഇറങ്ങിപ്പോവേണ്ടി വരും. ഒരു 200 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ചുമ്മാ മിഥ്യയാണ്. മനസ്സിലാവണ്ട. ഇതൊക്കെ പിന്നെ വേറൊരു ഇതായിട്ടങ്ങ് മാറും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന അന്നത്തെ പിള്ളേരായിരിക്കും ഇത് കാണുന്നത്. അപ്പം അവർക്കിത് ചിലപ്പോൾ കണക്റ്റഡ് ആവും. അന്ന് ഞാൻ ചിലപ്പോൾ അവരുടെ അടുത്ത് വന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അവരറിയാണ്ട് 5 ഡയമെൻഷൻ 9 ഡയമെൻഷനിലൊക്കെ അപ്പൂപ്പനും ഉപ്പാപ്പയൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് നിങ്ങളുടെ റെസ്റ്റിംഗ് പീരീഡാണ്. ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീകൺസിഡർ ആവുന്നുണ്ട്. ചില സംഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് റീകൺസിഡർ ആവുന്നുണ്ട്. പുതിയൊരു തുടക്കം, ലൈഫിൽ പുതിയൊരു ജേണി. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിളാണ്, കുറച്ച് അഡ്വഞ്ചറാണ്, കുറച്ച് കരിയർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസിൽ നിൽക്കേണ്ടി വരും, കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും കരിയറിലും ഒക്കെ പ്രശ്നമുണ്ടായി. ഇന്ന് ഈ സമയത്ത് എത്തി നിൽക്കുമ്പോഴത്തേക്കും ഒരു ബാഗ് കയ്യിലുണ്ട്, ഒരുപാട് പാഠപുസ്തകങ്ങളുണ്ട് കയ്യിൽ. അത് മറിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അനുഭവങ്ങളാണ്. അതൊക്കെ വെച്ച് പഠിച്ചാൽ മാത്രം മതി. ആ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ അനുഭവങ്ങൾ പാളിച്ചകളാവാൻ പാടില്ല. എക്സ്പീരിയൻസ് ചെയ്യണം. ആ അനുഭവങ്ങൾ വെച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ട് ഒരു സക്സസ് ഉണ്ടാവണം, സക്സസ് ഉണ്ടാക്കണം. യെസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി ഇഷ്ടംപോലെ റിലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയും വരും നിങ്ങളുടെ ലൈഫിൽ റിലേഷൻ വരും. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ലവ് വരും. നിങ്ങളുടെ ലൈഫിൽ ഇനിയും ലവ് വരാൻ ചാൻസ് ഉണ്ട്. റീകൺസിഡർ എന്ന് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. റീകൺസിഡർ എന്ന് പറഞ്ഞത് നിങ്ങളെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചൊരു വ്യക്തി, നിങ്ങളെ ഭയങ്കരമായിട്ട് പാനിക്കാക്കിയ ഒരു വ്യക്തി, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ട്രോമ തന്നൊരു വ്യക്തി. യൂണിവേഴ്സിനെ സംബന്ധിച്ച്, നിങ്ങളുടെ സോളിനെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സോളും നിങ്ങളുടെ യൂണിവേഴ്സും വിചാരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ അല്ലെങ്കിൽ ഇവള് ആ സിറ്റുവേഷൻസൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഡിവൈൻ. അപ്പം കാരണം നിങ്ങൾക്ക് കിട്ടിയ ട്രോമയാണ്. അപ്പോൾ ആ ട്രോമ ഇഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ആ വ്യക്തി എടുത്തിട്ട് പോകുന്നത്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ കിട്ടുന്നത് അത് പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. യൂണിവേഴ്സ് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കും അതൊക്കെ ഇഷ്ടമാണ്, അപ്പം പിന്നെ അത് തന്നെ ചെയ്തോ. അപ്പം ഒരു ലൂപ്പുണ്ട്, എല്ലാം എൻഡ് ചെയ്യുക. ആ ലൂപ്പ് എല്ലാം എൻഡ് ചെയ്തതിന് ശേഷം പുതിയ ലൂപ്പ് ക്രിയേറ്റഡ് ആക്കുക, ട്രാൻസ്ഫർമേഷൻ ആവുക, ചെയ്ത കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക, സോളിനെ ഇനിയും ട്രെയിൻ ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സോളിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക, നമ്മുടെ സോളിനെ നമ്മൾ പ്യുവറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. മെഡിറ്റേഷൻസ്, യോഗ, നല്ല ഫുഡ്, കാര്യങ്ങളെല്ലാം കൊടുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കയറി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പോലും കിട്ടത്തില്ല. ഭയങ്കരമായി സക്സസ്സിലോട്ട് അങ്ങ് പൊക്കളയും. പിന്നെ ആഗ്രഹിച്ചെല്ലാം കയ്യിലോട്ട് നേടും. അത്രയും ഡിവൈൻ ടച്ച് ഉണ്ടാവും നമുക്ക്. പോസിറ്റീവ് എനർജിയിലോട്ട് കയറി ഓവറായൊക്കെ ഭയങ്കര ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടിറങ്ങും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അംഗീകരിക്കും. നിങ്ങളെ അവഗണിച്ച ആൾക്കാരൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾക്കൊരു പ്രണയവുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലുക്ക്, ഗ്ലാമർ എല്ലാം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ട്രാവലിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഏജ് ഉണ്ടെങ്കിൽ, ഏജ് ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏത് വഴിയായാലും ഒരുപാട് റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. പ്രണയം ഇങ്ങനെ പൊട്ടി നിന്നിട്ട് ഇങ്ങനെ മുട്ടി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആരെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രണയം വെച്ച് നീട്ടുന്നുണ്ട്, റിലേഷൻ വെച്ച് നീട്ടുന്നുണ്ട്.
ഓക്കെ, ഈ സമയം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള സമയമാണത്. ഈ 100 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ. ഈ ഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹം, അല്ല, ഈ 100 വർഷം എന്ന്, ഈ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു 100 വർഷമാണ്. ഇവിടെ വന്ന് ആഗ്രഹങ്ങൾ സാധിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കയറി പോകാനുള്ളൊരു പാത, അല്ലെങ്കിൽ വ്യക്തമായിട്ട് കയറി പോകാനുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഈ ഭൂമി. 3rd ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്പ്രെഡ് യുവർ വിങ്സ്. നിങ്ങളുടെ വിങ്സ്, നിങ്ങളുടെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൈക്ക് പുറമെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത നിങ്ങളുടെ ഈ ഇവിടെയായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ചെസ്റ്റിലായിട്ട് നിങ്ങൾക്കൊരു വിങ്സ് ഉണ്ട്. ബട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല, അതെനിക്കും കാണാൻ പറ്റത്തില്ല. ബട്ട് ഡയമെൻഷനുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. ബട്ട് നമുക്ക് പറക്കാൻ പറ്റത്തില്ല, ബട്ട് വിങ്സ് ഉണ്ട്. നമ്മുടെ സത്യത്തിലുള്ള രൂപം തന്നെ ഇതാണ്. നമ്മൾ ഡയമെൻഷൻ ഇതല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. മേ ബി നമുക്ക് കുറച്ചുകൊണ്ട് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ബട്ട് മറ്റ് ജീവിയൊക്കെ നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന ഫേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല, നമുക്ക് ഒരു വേറൊരു ഇതിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് സൂര്യപ്രകാശം, അതുപോലെ തന്നെ എന്താ പറയുക, ജലം, ഇതെല്ലാം ഈ ഭൂമി തന്നെ ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇവിടെ അഡീഷണലായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, ദൈവങ്ങളെ എല്ലാവരെയും വിശ്വസിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ടുള്ളൊരു കണക്ഷൻ വേണം. നിങ്ങൾക്കെല്ലാം കിട്ടും, പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്കെല്ലാം കിട്ടും. നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആക്കി കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം ലഭിക്കും. ഡിവൈൻസും ഉണ്ട്, ഡിവൈൻസിനെ നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്ത് ആഗ്രഹം പറയുക. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ആഗ്രഹം പറയുന്ന സമയത്ത് ദൈവം തന്നെ വിചാരിക്കും, അയ്യോ, ഇവൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും ദൈവം, അല്ലെങ്കിൽ ഇവളുടെ ഉള്ളിൽ ഞാൻ ദൈവത്തിനെ കൊടുത്തിട്ട് എന്തിനാണ് ചുമ്മാ എന്നെ പിന്നെയും ശല്യം ചെയ്യുന്നത് എന്ന് വിചാരിക്കും. കാരണം നിങ്ങളുടെ അടുത്ത് ആഗ്രഹം പറയുന്ന സമയത്തല്ലേ നിങ്ങൾക്കത് മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യും, നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പം എല്ലാവരും ഇന്ന് സക്സസ്ഫുള്ളായിട്ടുള്ള എല്ലാവരും ആഗ്രഹങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യും. അത് അവരുടെ ബാഡ് ടൈമിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ അനുസരിച്ച് പോകുന്ന സമയത്ത് ഫുൾ നമുക്ക് ബാഡാവും, ഭയങ്കരമായിട്ട് നെഗറ്റീവായിരിക്കും, നമ്മുടെ സമയം ഭയങ്കര മോശമായിരിക്കും. ബട്ട് ആ ആഗ്രഹം സാധിക്കുന്ന സമയത്ത് എന്താ പറയുക, ആ ആഗ്രഹം നമുക്ക് സാധിക്കുന്ന സമയത്ത് പിന്നീട് കൂടെ ഭയങ്കര സക്സസ് ആണ് നമ്മുടെ ലൈഫ്. പിന്നെ ഓപ്പർച്യൂണിറ്റി ആൾക്കാർ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ആ ഒരു ഓറയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ വരേണ്ടി വരും. ഞാനിവിടെ ഒരു സക്സസ് സ്റ്റോറിയോ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞിരുന്നത്, ബട്ട് ഞാനിവിടെ കാർഡിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു വേ എന്ന് പറയുന്നത് ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങോട്ടോ ഒന്നും ഒരു സബ്ജക്റ്റോ ഇല്ല, മനസ്സിലാണ്. നിങ്ങളുടെ വേ, നിങ്ങൾ സ്വീകരിച്ച വേ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ ആ വേ എന്തായാലും പോയേ പറ്റുള്ളൂ. അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്യൂസ് എല്ലാം വരും. ബട്ട് അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അവിടെ ഡൗൺ ആയിട്ട് ഫെയിലിയർ ആവാല്ല വേണ്ടത്. അവിടെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് പവർഫുള്ളായിട്ട് ചിരിച്ച മുഖത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവരെ കണ്ട് ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസോ മറ്റുള്ളവരുടെ ഫീലിങ്സോ കണ്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പാഠം. സഹായം നല്ലതാണ്, എല്ലാം നല്ലതാണ്, ബട്ട് നിങ്ങൾക്കത് വേണം, നിങ്ങളുടെ കയ്യിലത് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. സ്പ്രെഡ് യുവർ വിങ്സ്. നിങ്ങളുടെ വിങ്സ് ഉയർത്തി പറക്കാൻ പറ്റണം നിങ്ങൾക്ക്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കറണ്ട് സിറ്റുവേഷൻ പെടുന്ന സിറ്റുവേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് കറണ്ട് ഗിവിങ് ആൻഡ് റിസീവ്സ്. ആദ്യം നിങ്ങൾ ഉണ്ടാക്കണം, അതിനുശേഷം കൊടുക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഉള്ള കാര്യം എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളിൽ അത് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. നിങ്ങളിൽ പൈസ ഇല്ല, നിങ്ങൾ ആഹാരം കഴിക്കാണ്ട് മറ്റൊരാൾക്ക് ആഹാരം കൊടുത്തിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും ഒരു പുണ്യം കിട്ടില്ല. വിശന്ന് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പം നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളേ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റ്. ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. പഴയ പോയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ആരെന്ത് ചോദിച്ചാലും അപ്പോൾ എടുത്ത് കൊടുക്കും. പ്യൂറായിട്ടുള്ള മനസ്സാണ്, പ്യൂറായിട്ടുള്ള ജീവൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്, നിങ്ങളെല്ലാവർക്കും വെറൈറ്റിയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാവർക്കും റിസീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവർക്കും അംഗീകരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങളെ ഫാമിലിയിലായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിലായിരിക്കാം, എല്ലാവർക്കും നിങ്ങളൊരു വേറിട്ടൊരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എല്ലാ രീതിക്കും നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സെറ്റാണ്, നീ എന്താടി അങ്ങനെ, അല്ല ഞാൻ എന്താണ് അങ്ങനെ, അങ്ങനത്തുള്ള സിറ്റുവേഷൻ നിങ്ങളെല്ലാവരും ജഡ്ജ് ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് തന്നെ കണ്ണേറും കമ്പയർ ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടുന്നുമുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിലൊക്കെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഗിവിങ് ആൻഡ് ഇതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെയിൻലി പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ മെയിൻലി വരുന്നൊരു കണ്ടിട്ടാവുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഒരു ഡിവൈൻ, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏതൊരു ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഏതൊരു എനർജി, ദൈവങ്ങളായിരിക്കാം, മാതാവായിരിക്കാം, അമ്മയായിരിക്കാം, ഉമ്മയായിരിക്കാം, ആരുമായിരിക്കാം. ഈ ഒരു പവർ നിങ്ങളെ കൊച്ചു കുട്ടീനെ കണക്കാണ് കാണുന്നത്. നിങ്ങളുടെ സോളിന് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ആരാണ് എന്താണെന്ന്. മറ്റൊരു വ്യക്തിക്കൊന്നും അറിയാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊക്കെ മറച്ചു വയ്ക്കും. പക്ഷേ നിങ്ങൾ സോളിനറിയാം. നിങ്ങളുടെ സോളിന് അതിലും കാണിക്കത്തില്ല. നിങ്ങളെ ഈഗോയും എല്ലാം കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോളാണ്. അപ്പം നിങ്ങളുടെ ആ സോളിനറിയാം നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ. അതിൻ്റെ അടുത്തൊരു മറവ് കാണിക്കാണ്ടിരിക്കുക, ജെന്യൂനായിട്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത് ജെന്യൂനായിട്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്യാണ്ടിരിക്കുക. വേറെ ആരുടെത്തോണോ കാണിച്ചു, നിങ്ങളുടെ അടുത്ത് ജെന്യൂനായിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, പൈസ ഉണ്ടാക്കാം, എല്ലാം കരിയറിൽ എല്ലാം വേണം. നിങ്ങളായിട്ടിരിക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളായിട്ടിരിക്കുക എന്ന് പലരും പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ അടുത്ത് കള്ളത്തരം കാണിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത് ജെന്യൂനായിട്ടിരിക്കുക. വേറെ ആരുടെ എന്തും കാണിച്ചു, നിങ്ങളുടെ അടുത്ത് ഇതായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് പ്യുവറായിട്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം, അതായത് നിങ്ങളിനി എത്ര കോടിക്കണക്കിന് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് കൊണ്ടുതരും. കാരണം യൂണിവേഴ്സിനെ സംബന്ധിച്ച് കോടിയും ഒന്നുമല്ല അവരെ സംബന്ധിച്ച് അതൊന്നുമില്ല. ആഗ്രഹങ്ങളാണ് യൂണിവേഴ്സിനെ സംബന്ധിച്ച്. ആഗ്രഹങ്ങളും എനർജിയും, ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജി. എനർജിയും ആഗ്രഹമാണ് യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഡീപ്പിൽ നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയും, ഇത് മൂന്നുമാണ് നിങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങളെ യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുന്നത് ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഇതാണ് ഫസ്റ്റ് പെല്. ഇത് ഒത്തിരി ഡീപ്പായി പോയി ഞാൻ സംസാരിച്ച് കയറി പോകും കേട്ടോ. അപ്പം അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് പെല് ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നോക്കുന്നത്. സെക്കൻഡ് പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ. ഓക്കെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് സക്സസ് ആൻഡ് ഗ്രോത്ത്, അതായത് നിങ്ങളെ സംബന്ധിച്ചൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലാണ്. കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങൾ ഏത് ഫീൽഡിലാണോ, ഏത് മേഖലകളിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ആ ഒരു മേഖലകളിലോ അല്ലെങ്കിൽ ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഭയങ്കരമായിട്ടിവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്, ഒരു വിഷമം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്നൊരു ഫ്രസ്ട്രേഷൻ, നിങ്ങൾക്കുണ്ടാവുന്നൊരു സ്ട്രെസ്സ്, അത് നിങ്ങളെ ഭയങ്കരമായിട്ടും അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളവിടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി പണിയെടുക്കും പോലെ തോന്നുന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ, സ്ട്രെസ്ഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആൻഡ് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു സക്സസ് ആൻഡ് ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു.
ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ഭയങ്കര എന്താണ് ഒരു പാനിക് സിറ്റുവേഷൻ, ഒരു പേടി അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പാനിക് ആവുന്നുണ്ട്. ലൈഫ് എങ്ങനെയാകും, ഒരു ആകുലത എന്ന് പറയുന്ന സംഭവമുണ്ട്. ലൈഫ് എങ്ങനെ ആവും, ലൈഫിൻ്റെ പോക്ക് എങ്ങനെയാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവുമോ, ഡെസ്റ്റിനി എന്താണ്, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു അവസ്ഥ ഒരു ഐ തിങ്ക് സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് കരിയർ റിലേറ്റഡ് ഭയങ്കരമായിട്ടുള്ള ആകുലത, ഭയങ്കരമായിട്ടുള്ളൊരു വിഷമാവസ്ഥ, ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻസ്, എന്തൊക്കെ സ്ട്രഗിൾ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാത്ത ചില സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാത്ത ചില അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം, അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില സിറ്റുവേഷൻ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ട്, ആർക്കൊക്കെ വേണ്ടി ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നില്ല. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന പാത്ത് ശരിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ മുന്നേറാൻ പറ്റുന്നില്ല, അതൊരു ലൂപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളവിടെ എന്തുകൊണ്ട് നിങ്ങളവിടെ എനർജി ലോസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറേയധികം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സക്സസിൻ്റെ ഒരു പാത്ത് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്നതേ ഉള്ളൂ. ബട്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ, ഒരു സക്സസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്കൊരു മോട്ടിവേറ്റ് നിങ്ങൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ സമയം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളവിടെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതേ ഞാനിവിടെ പറയത്തുള്ളൂ. കാർഡും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനത്തുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരു ഡിസിഷൻ എടുക്കണം. കരിയർ സംബന്ധിച്ച് നിങ്ങൾക്ക് പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള ഫിനാൻസ് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള ആ ഒരു വേതനം കിട്ടുന്നില്ല, ഓവറായിട്ടുള്ള ജോലി കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവരൊരു ഡിസിഷൻ എടുക്കണം. ഞാൻ പറഞ്ഞ ജോലി കളഞ്ഞിട്ട് പോകാമെന്നുള്ളതല്ല, ഒരു ഡിസിഷൻ എടുക്കുക. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലാണ്, കരിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുകയാണ്. ബട്ട് സ്ട്രെസ് സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ, മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് നിങ്ങളോട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ സക്സസ് കണ്ടിട്ട് നിങ്ങൾക്കവിടെ ഒന്നും ആവാൻ പറ്റുന്നില്ല. ആ ഒരു പെയിൻ നിങ്ങളെ ഭയങ്കരമായിട്ടും അലട്ടുന്നുണ്ട്. ആ ഒരു ആകുലത പെടുന്നുണ്ട് നിങ്ങൾ. എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ, എന്നൊക്കെ ഉള്ളൊരു വിഷമം നിങ്ങളുടെ ലൈഫിലുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജേണി തുടങ്ങുന്നതേ ഉള്ളൂ, സ്റ്റാർട്ടിങ് സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയോ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ എത്ര ഏജുള്ള ഏത് ടൈമിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാവാം. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഒരു ടേണിംഗ് പോയിൻ്റ് പലർക്കും പല ടൈമിലാണ് തുടങ്ങുന്നത്, പല സിറ്റുവേഷനിൽ പല സമയത്താണ് പല ടേണിംഗ് പോയിൻ്റ് പല ആൾക്കാർക്കും തുടങ്ങുന്നത്. അപ്പം ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവർക്ക് നിങ്ങൾ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ വീട്ടുകാരടുത്തോ റിലേഷൻഷിപ്പിലോ കരിയറിലൊക്കെ ആയിരിക്കാം തീർക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തായിരിക്കാം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീർക്കുന്നത്. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്, വ്യക്തമായിട്ടുള്ള സമയമുണ്ട്. ആ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് വരത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി അതിനുവേണ്ടി വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലോട്ട് അത് എത്തും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാത, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന പാത്ത് നിങ്ങൾ കറക്റ്റാണോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. കാരണം ചൈൽഡിഷ് ക്യാരക്ടറായിട്ട് എപ്പോഴും നിൽക്കരുത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഡിപ്പെൻഡ് ആവുന്നുണ്ട്, കുറേയധികം ഇഷ്യൂസും സിറ്റുവേഷൻസും കരിയറിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അവിടെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർ നിൽക്കുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ജീവിക്കും പോലെ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാനായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അടിത്തറ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സക്സസ് ആക്കി ഗ്രോത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ കണക്ക് തന്നെയാണ് ഈ വീഡിയോ കാണുന്ന സെക്കൻഡ് പേര് ചൂസ് ചെയ്തതിനും ഫസ്റ്റ് പേര് ചൂസ് ആര് തന്നെ ആയാലും നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് സക്സസ് വരാൻ വേണ്ടി തുടങ്ങും. ബട്ട് ചൈൽഡിഷ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് അങ്ങനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് പോകും. ബട്ട് ഡിസിഷൻ എടുക്കേണ്ട, സീരിയസ് ആയിട്ട് നിൽക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻസിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ എടുത്ത് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം
എന്താ പറയുക, ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മുത്തിയും തലോടിയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു സമയം എനിക്ക് കാണാൻ പറ്റുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടായാലും നിങ്ങൾക്ക് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കരിയർ റിലേറ്റഡ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആവുന്ന ചില ആൾക്കാരുടെ കൂട്ടം, ചില ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു കാമായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു കാം എനർജിയിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്, പുതിയൊരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ചിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് സമയത്ത് എന്തായാലും സക്സസ് ആൻഡ് ഗ്രോത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പെയിൻഫുൾ ആവേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഡൗൺ ചെയ്യേണ്ട, നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഈ ഒരു സമയം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സമയം ഉണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവറുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള, ആൾക്കാരെ കയ്യിലെടുക്കാനുള്ളൊരു പവറുണ്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഓരോരോ എനർജി നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു കഴിവുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ലിസണറാണ്. നിങ്ങൾക്ക് കേട്ടിരിക്കാൻ, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ടിരിക്കും, നിങ്ങൾക്കത് അറിയാം. നിങ്ങൾ കണ്ണിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഓരോ ആൾക്കാരും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സക്സസ് ആയിട്ടുള്ള ആൾക്കാരെ കണക്കാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിന് തുടക്കം പോലും സത്യം പറഞ്ഞാൽ ഇവിടെ ആയിട്ടില്ല. നിങ്ങളെ കെട്ടിയിട്ടേക്കാണ്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ വിശ്വാസത്തിനെ നിങ്ങൾ കെട്ടിയിട്ടേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ സക്സസ്സിനെ നിങ്ങൾ കെട്ടിയിട്ടേക്കാണ്. നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് നിങ്ങൾ ആനയ്ക്ക് വലിപ്പം അറിയാന്നുള്ള സിറ്റുവേഷൻ നിങ്ങളെ പോകാൻ വേണ്ടി ഒരു കംഫർട്ട് സോണിൽ തന്നെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് എന്താ പറയുക, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബട്ട് നിങ്ങളത് ലിസൺ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളത് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ സ്കില്ല് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കരിയറായാലും റിലേഷനായാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യമായാൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഗണത്തിലുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കുറേയധികം ആഗ്രഹങ്ങളുണ്ടാവാം. നിങ്ങളതൊക്കെ മേ ബി മറന്ന് കാണാം. ബട്ട് യൂണിവേഴ്സും ഈ പറഞ്ഞ സോളും അത് മറന്നിട്ടില്ല. ആ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ്. മേ ബി നിങ്ങളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബൈക്ക് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു തിങ്സ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഇന്ന സാധനം എനിക്ക് വേണം, എനിക്ക് ലൈഫിൽ ഈ സാധനം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് വാങ്ങണം എന്ന് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്ന മാനിഫെസ്റ്റേഷൻ കൂടുതൽ വർക്കായിട്ട് നിൽക്കുന്നൊരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ സമയത്ത് ഭയങ്കര പവർഫുള്ളായിരിക്കും, ഭയങ്കര ലിസണിങ് ആയിരിക്കും, അതായത് ഭയങ്കര കണ്ണിങ് ആയിരിക്കും, ഒരു ഇന്നർ നോവിങ്, അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ചും ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളുടെ പവർ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈക്കൊരു പവർ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിനൊരു പവർ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ എനർജി ഒരു പവർ ആവുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ മാറുന്നുണ്ട്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഡിസിഷൻ എടുത്തെടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച്, നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ച്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉറച്ചതായിട്ട് അതിൽ നിലയുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതിലോട്ടൊക്കെ എത്തിപ്പെടാൻ പോവാം. അതായത് നിങ്ങൾ പണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില കാഴ്ചകൾ, പണ്ട് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ച ചില സംഭവങ്ങൾ, നിങ്ങൾ പണ്ട്
ആഗ്രഹിച്ച ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ വ്യക്തികളായിരിക്കാം, മേ ബി ഫെയിം ആയിട്ടുള്ള ആൾക്കാരെ കാണുക എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എനിക്ക് എത്തിപ്പെടുക എന്ന, അല്ലെങ്കിൽ ആ ഫ്രൂട്ട് എനിക്ക് കഴിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ. നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരെ സംബന്ധിച്ച് ആഗ്രഹങ്ങളുണ്ടാവും. ചെറുപ്രായം മുതലേ നമുക്ക് ആഗ്രഹമുണ്ടാകും. ബട്ട് നമ്മുടെ ലൈഫിൽ ചെറുപ്രായത്തിലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കുറേയധികം, നമ്മൾ പോലും അറിയാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ളൊരു ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം റിലേഷൻഷിപ്പ് വരിക, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഫുഡ് നിങ്ങൾ കഴിക്കുക, ഒരു ഫാൻറ്റസി വേൾഡിൽ എത്തിപ്പെട്ടിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ലൈഫ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, ലോട്ടറിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ കാണുന്നുണ്ട്. ലോട്ടറിയൊക്കെ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. എന്നും പറഞ്ഞുകൊണ്ട് ആഷിഖ് സുധി പറഞ്ഞ് ലോട്ടറി അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചെന്ന് ലോട്ടറി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ചില ആൾക്കാർക്ക് അടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 40 രൂപയൊക്കെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. 1-2 ആൾക്കാരെ എനിക്ക് അതിനോടൊക്കെ കാണിക്കുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അതിൻ്റെ കുറച്ച് ഷെയർ എനിക്ക് തരണം. ഓക്കെ, അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലോട്ടറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കരുത്, ഞാൻ തരില്ല. ഓക്കെ, അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. ഒരു അൾട്ടിമേറ്റ് പവർ നിങ്ങൾക്ക്, ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എർത്തിൽ, ഈ ഒരു ഭൂമിയിൽ നമുക്കെല്ലാം നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും. ആവാഹിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈവൻ കഴിവ് വരെ. കഴിവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും. നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സോള് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ആവുക, അല്ലെങ്കിൽ നമ്മുടെ സോൾ നമ്മൾ എങ്ങനെയാണ് ഈ നമ്മുടെ സോളിന് അറിയാം ഇവൻ്റെ ആഗ്രഹം എന്താണ്. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന സോൾ നമ്മളെ മരണം വരെ കണ്ടിരിക്കുകയാണ്. മരണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇത്ര വർഷത്തെ ഇതുണ്ട്, അവർക്കറിയാം, സോളിനറിയാം. കാരണം അത്രയും പവർഫുള്ളാണ്, അത്രയും വാല്യുബിളാണ്. നമ്മൾക്കൊരു വില കൊടുക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ സോളിന് ഭയങ്കര അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇതായിട്ട് വാല്യൂ കൊടുക്കും. കാരണം അതത്ര പവർഫുള്ളാണ്. എല്ലാവരും സോളിനും ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ പുറമേ കാണുന്ന ഗ്ലാമറോ കറുപ്പോ വെളുപ്പോ അല്ലെങ്കിൽ ബ്ലഡോ കാര്യങ്ങളോ അതൊന്നുമല്ല. ബട്ട് നമ്മൾ ഇന്നർ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ സോളിൻ്റെ ഒരു വാല്യൂ. ഇന്നർ കാണുന്ന ആൾക്കാരെല്ലാം കാണുന്ന മാലാഖമാരെയാണ്. ഇപ്പോൾ കറുത്തൊരു ഇതായാലും അല്ലെങ്കിൽ താഴ്ന്ന ജാതിയായാലും മേൽജാതിയായാലും നമ്മൾ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന മാലാഖമാരെയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് കഴിവുള്ള ആൾക്കാരെ ഇതാക്കി നിർത്തും, മാറ്റി നിർത്തും. അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരെ പൊക്കി നിർത്തും, അത് കഴിവില്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ പണമുള്ള ആൾക്കാർക്ക് കഴിവില്ലെങ്കിലും മാറ്റും, അങ്ങനത്തെ സിറ്റുവേഷൻ. ബട്ട് ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല, ഇത് അങ്ങനത്തെ ഒരു എർത്തല്ല. ഇവിടെ എല്ലാവർക്കും കഴിവും കാര്യങ്ങളും ഉണ്ട്. ബട്ട് അവരെ യൂസ് ചെയ്യുന്നില്ല. അവർക്ക് അതിനനുസരിച്ച് മേക്ക് ചെയ്തെടുക്കാം സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വരുന്ന സിറ്റുവേഷൻസാണ്. അവർ ജീവിച്ച സാഹചര്യങ്ങൾക്കും അവരിലോട്ട് ഇൻജക്റ്റ് ചെയ്ത ചില സിറ്റുവേഷൻസും ആയതുകൊണ്ടാണ് അവർ നിൽക്കുന്ന സമൂഹം, സൊസൈറ്റി അങ്ങനെ അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ് അവരങ്ങനെ വളരുന്നത്. അപ്പം വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ച് പോകുന്നത് കൊണ്ടും. ബട്ട് ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭാഗത്ത് എന്താണോ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ, നിങ്ങളുടെ സക്സസ് എന്താണോ, അതുമാത്രം നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിലോട്ട് മാത്രം പോകാൻ വേണ്ടി നോക്കുക. ഇന്നൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കത് തോന്നുവാണ്, അത് തെറ്റാണെങ്കിലും അത് ട്രൈ ചെയ്യണം. ഓക്കെ, അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാം, ലാഭം ഉണ്ടാവാം. ബട്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ടേ വരത്തുള്ളൂ. എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കത് ബെനിഫിറ്റായിട്ട് വരും. ഇനി നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും, കുറ്റം ചെയ്താലും നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് വരും. ഓക്കെ, നിങ്ങളെ മനസ്സ് തോന്നണം, നിങ്ങളെ മനസ്സാക്ഷിക്ക് അത് നല്ലതാണെന്ന് തോന്നണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഗുഡാണ്. നിങ്ങളെ മനസ്സാക്ഷിനെ ചതിക്കാൻ നിൽക്കരുത്, നിങ്ങളൊരിക്കലും ചതിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മാനിഫെസ്റ്റേഷൻ സ്കില്ലുണ്ട്. നിങ്ങൾക്കതൊക്കെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. ഇവൻ ജോലി ആയാലും, ഇവൻ എന്താ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പറയുന്ന സോളിന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഓരോന്നും മേക്ക് ചെയ്ത് കൊണ്ടുപോകും. ഈ സക്സസ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഓരോ ആൾക്കാരുടെയും സക്സസ് സ്റ്റോറി ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കേട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന ആളെ ഞാൻ കണ്ടുമുട്ടി, ഇന്ന ആൾ കറക്റ്റ് സമയം വന്നു, ഇന്ന ആൾ കറക്റ്റ് സമയപ്പോൾ വന്ന് അത് മിറാക്കിൾ കണക്ക് നടന്നു. ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സലും ആ ആഗ്രഹവും നമ്മുടെ സോളും തമ്മിൽ നമ്മളെ കണക്ട് ചെയ്യിപ്പിച്ച് ബന്ധിപ്പിച്ച് മറ്റുള്ള ആൾക്കാരിൽ ഇത് കൊടുക്കുന്നതാണ് ഡിവൈൻ കണക്ഷൻ. അതായത് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഡിവൈൻസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്യും. ബട്ട് നമ്മൾ മാത്രമേ ഈ പറഞ്ഞ ഈഗോ കാര്യങ്ങളും എല്ലാം ഉള്ളൂ. പക്ഷേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ സോള് എല്ലാവരും, ഇപ്പോൾ എന്താ പറയുക, മമ്മൂട്ടി മോഹൻലാലുമായിട്ട് വേണമെങ്കിലും പോയി സംസാരിക്കാം നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. കാരണം നമുക്ക് അറിയാം, അത് കണക്റ്റഡ് ആവും. അവർക്ക് ഈ പറയുന്ന സോളിന് ഈ പറയുന്ന ഈഗോയോ കാര്യങ്ങളോ വലിയവനോ ചെറിയവനോ അങ്ങനെയൊന്നുമില്ല. സോളിനെല്ലാം ഒരേ കണക്ക് തന്നെ, എല്ലാം സെയിം സിറ്റുവേഷൻ തന്നെ.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് കഴിവായാലും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻസ് ആയാലും എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, എന്ത് തരത്തിലുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ കെട്ടിലിട്ട് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പ്, കരിയർ, അതുപോലെ തന്നെ ചില സക്സസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതെന്താണ് ആ സിറ്റുവേഷൻ? ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, നിങ്ങളുടെ ഓവർ തിങ്കിങ്, ഇതിനെയൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സക്സസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് ലിസൺ ചെയ്ത് നോക്കൂ. ഒരു ചൈൽഡിഷ് ക്യാരക്ടറിന് ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുന്ന സമയത്ത് നിങ്ങളായിട്ട് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഒരു ലിസണർ ആവും. അതുപോലെ തന്നെ നിങ്ങൾ അഴിച്ചു വിടും ഒരു പട്ടം പോലെ. പക്ഷേ അതിൻ്റെ ചരട് നിങ്ങളെ കയ്യിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊക്കളയുമെന്ന്. ഓക്കെ, കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ്സ് എ അവേക്കനിങ് സിറ്റുവേഷൻ. അവേക്കനിങ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കര പെയിൻഫുള്ളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അതിൽ ആടുന്ന ഒരു ഇതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ചലഞ്ചിങ് ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ഒരുപാട് ചലഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കൂടെ. നിങ്ങളുടെ ഒറിജിനൽ ഫേസ് നിങ്ങൾ ആരെയും കാണിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടും പെയിൻ അടിച്ചുകൊണ്ട് നിന്നിട്ട് പുറമേ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാമായിട്ട് നിൽക്കുകയാണ്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളൊരു പോരാളിയാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കറിയാം, പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, അത് എക്സ്പ്രസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ആൾക്കാർക്കൊക്കെ നിങ്ങളെ ഭയങ്കര വാല്യൂ ആണ്, ആൾക്കാർക്കൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നിങ്ങൾക്കാണ് നിങ്ങളുടെ അടുത്തൊരു വാല്യൂ ഇല്ലാത്തത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കൊരു വാല്യൂ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചലഞ്ചിങ് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ഭയങ്കരമായിട്ട് ചലഞ്ചസ് ഇതാവേണ്ടി വരും. ലൈഫിലൊരു ചലഞ്ച് സ്പീഡിലൂടെ കടന്നു പോയിട്ട് ഇറ്റ്സ് എ അവേക്കനിങ് സ്റ്റേജ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊക്കെ മുന്നേ ക്രിയേറ്റഡ് ആക്കപ്പെട്ട സിറ്റുവേഷൻസാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും മുന്നേ ചെയ്യപ്പെട്ട് ഡിവൈൻ ഹാസ് എ പ്ലാൻ, ഡിവൈൻ ഒരു പ്ലാൻ, ഡിവൈനായിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഡിവൈനായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന സിറ്റുവേഷൻസാണ്. അത് മേ ബി ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പോലും അറിയത്തില്ല ഞാൻ അബോധാവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം റിലേ കട്ടാവും, പിന്നീട് തിരിച്ച് റീഡിങ് ഞാനിത് പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ കാണത്തില്ല. ഒരു റീഡിങ് പറഞ്ഞ് നമുക്കത് ഓർമ്മ കാണത്തില്ല. അപ്പം അഫ്കോഴ്സ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ വാല്യൂ കൊടുത്ത് നശിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. ആ ഒരു ചലഞ്ചിങ് ടൈം, ഇപ്പോൾ ഒരു ചലഞ്ചിങ് ടൈമാണ്. ഈ ചലഞ്ചിങ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടാവും, ഒരുപാട് വിഷമം ഉണ്ടാവും, ഒരുപാട് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ വേൾഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇഷ്ടംപോലെ ഒരു സ്ട്രഗിളിങ് പീരീഡിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും, പുതിയൊരു ജേണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കടന്ന് വന്ന് ഡൗൺ ആയിട്ട് റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്.
നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട് ഈ സമയത്ത്. നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഇനി നിങ്ങൾ കാത്തു സൂക്ഷിച്ച് വയ്ക്കും എല്ലാം. ഇനി നിങ്ങളൊന്നും വിട്ടു കൊടുക്കത്തില്ല. അതായത് ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലായി വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങും. നിങ്ങളെ ടീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോള് തന്നെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ആ ബുക്കുണ്ട്, നിങ്ങളുടെ ലൈഫിൻ്റെ ജേണിയുടെ ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള പാത്തിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കടന്ന വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഏത് വഴി കൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്, എന്തൊക്കെ സിറ്റുവേഷനാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ഈ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേർക്ക് പാഠമാവേണ്ട ആൾക്കാരാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് പേർക്ക് നിങ്ങൾ റെക്കഗ്നൈസേഷൻ റിവാർഡൊക്കെ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേർക്ക് നിങ്ങൾ മാതൃക ആവുന്നുണ്ട് ഈ ഒരു റീഡിങ്. കാരണം ഞാൻ കംഫർട്ടാണ് ഈ റീഡിങ് സെക്കൻഡ് പൈൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ സിമ്പിളായിട്ടിരുന്ന് ചെയ്യുന്ന റീഡിങ്ങാണ്. അപ്പം എനിക്ക് മുന്നേ കണക്കിങ്ങനെ വലിയ അലർച്ചിട്ട് സംസാരിക്കുകയാണ്. ഞാൻ കംഫർട്ടായിട്ട് സംസാരിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യുമ്പോൾ തോന്നുന്നത്. ഫസ്റ്റ് പൈലും ഓക്കെ ആയിരുന്നു. നിങ്ങളൊരു ഭയങ്കര ലിസണറാണ്, നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ആ സൈക്കിക് എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റും. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി, അതൊക്കെ ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഹീലിംഗ് സമയമാണ്. നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ, ഈ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ചിത്രശലഭം ക്യൂബിൽ നിന്നും പുഴുവിൽ നിന്നും ചിത്രശലഭമായി മാറുന്നൊരു അത്ഭുത പ്രതിഭാസം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെടിയിൽ നിന്നും വേരൊക്കെ മുളച്ച് ആ ഒരു മരത്തിൽ നിന്ന് കായ്ഫലങ്ങൾ കിട്ടി നമുക്കതിൽ നിന്ന് രുചി കിട്ടുന്ന പോലെ നിങ്ങളിൽ നിന്നും രുചി പകരാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ബലത്തിൽ നിന്നും രുചി പകരാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യുവർ എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിലോട്ട് എത്തിപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക്, അതായത് ഇൻസ്പിറേഷൻ ആവും. നമ്മൾ പണ്ട് കളഞ്ഞ് കിടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഫിലിം സ്റ്റാർസ്, അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ ഓരോരുത്തർ സക്സസ് സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു സമയം ഞാൻ നിങ്ങളെ ഇങ്ങനെ പറയുന്നതാണ്, എനിക്കൊരു സക്സസ്സോ കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ഞാൻ നിങ്ങളിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് ഫ്യൂച്ചറിൽ. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളെന്താണ്, നിങ്ങളിങ്ങനെ ഒരിക്കലും പിടിച്ച് കെട്ടരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ 100 വർഷം ജീവിക്കുന്നതിന് ഒരു ഇതുണ്ടാവും, ഏതുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു മദർലി എനർജി ഒരു ഫെമിനിൻ എനർജി എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഫെമിനിൻ എനർജി ഭയങ്കരമായിട്ടുണ്ട്. അൾട്ടിമേറ്റ് ഫെമിനിൻ എനർജി. നിങ്ങളെ കേൾക്കാനും നിങ്ങളെ കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി സ്പ്രെഡ് ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെ ജെന്യൂൻ ഗായ് ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ചേരാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിൽക്കാനും നിങ്ങളുടെ ലൂപ്പിൽ വർക്ക് ചെയ്യാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങളുമായിട്ട് വരും, കണക്ട് ചെയ്ത് വരും. കാരണം നിങ്ങളൊരു ഹീലറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, റീഡറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ഒരു സ്പീച്ച് ചെയ്യുന്ന ആളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ടീച്ചറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ആൾക്കാർക്ക് ഉപകാരം വരുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഒരു ഏഞ്ചലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ആൾക്കാരെ എങ്ങനെ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ, അതിനുശേഷം സൂപ്പർ പവർ, അതിനുശേഷം ഏഞ്ചലൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റില്ല APJ അബ്ദുൽ കലാമിനെയും അതുപോലെ തന്നെ മറ്റേ മദർ തെരേസയൊക്കെ കണക്ക് ആവാൻ പറ്റും. ഏഞ്ചലായിട്ട് മാറാൻ പറ്റും, പവർഫുള്ളായിട്ട് മാറാൻ പറ്റും, ആൾക്കാരൊക്കെ ആരാധിക്കുന്ന പോലെ. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നൊരു സോൾ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പ്യൂറസ്റ്റ് ആയിട്ടുള്ളൊരു എനർജി, ആ എനർജീനെ എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു എനർജി വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിലോട്ട് കടക്കണം, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് നിങ്ങളുടെ ലൈഫിലുണ്ട്, ബട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, നിങ്ങളാരാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം, മെഡിറ്റേഷനിലിരിക്കണം, യോഗ ചെയ്യണം, അതുപോലെ തന്നെ എന്താ പറയുക, ആഹാര രീതി ശരിയാക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണോ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു
സംഭവം നിങ്ങൾ അറിയുന്നതിന് മുന്നേ കുറേയധികം ഇൻസിഡൻറ്റ് ഉണ്ടാകും, കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് കുറേയധികം പ്രശ്നങ്ങളുണ്ടാക്കും, റിലേഷൻഷിപ്പ് അബൌട്ട് കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ യൂണിവേഴ്സിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആര് വരണം, എന്ത് വരണം, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ നടക്കണം, അങ്ങനത്തെ ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവണം, അങ്ങനത്തുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ആൻഡ് കരിയർ റീബിൽഡ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പൊളിഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ നിൽക്കും നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തൊക്കെയോ തകർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിലായിരിക്കും, കരിയറായിരിക്കും, ഫിനാൻസ് ആയിരിക്കും, കുറച്ചധികം ഒരു തടർച്ച. അതായത് നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ പാത്തിൽ ഒരു സക്സസ് ഉണ്ടാവുന്നില്ല, ഒരു കാമായിട്ടുള്ള സിറ്റുവേഷൻസ്. കുറേയധികം ആൾക്കാർക്ക് സ്പിരിച്വൽ പാത്താണ് എനിക്ക് കാണിക്കുന്നത്. സ്പിരിച്വൽ പാത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവേക്കിന് സ്റ്റേജാണ്. നിങ്ങൾ എന്തൊക്കെയോ കാത്തു സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. പലരും നിന്ന് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്ന സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തികളായിരിക്കാം വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനത്തുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ പിടിച്ചും ഇതൊക്കെ വെക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയൊരു നിങ്ങളുടെ ലൈഫിലൊരു പുതിയൊരു ഉണ്ട്. നിങ്ങൾ എവിടെ നിന്നാണോ വന്ന് അവിടെ നിന്ന് തന്നെ നിങ്ങൾ തിരിച്ച് റിട്ടേൺ കയറി പോകേണ്ടി വരും. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന കാഴ്ച കണക്കിരിക്കും. ആ ഒരു ലൂപ്പിലോട്ടായിരിക്കും നിങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്നത്. അപ്പം നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ ആ ഒരു എനർജിയിലോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കുറേയധികം ഡിവൈൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാറും, ഫ്യൂച്ചറിൽ ഒരു ഏഞ്ചലായിട്ട് മാറുന്നൊരു സിറ്റുവേഷനോട് കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. യെസ്, ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഈ ഹീലിംഗ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ് ഡിവൈൻ നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ മാനസികപരമായിട്ടുള്ള വിഷമങ്ങൾ, മാനസികപരമായിട്ടുള്ള പെയിൻ, നിങ്ങളുടെ ട്രോമാസ്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന കുറേയധികം ഇഷ്യൂസ്, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളെ ബ്ലെസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളിലോട്ട് ആവാഹിക്കും, അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. ഗോ വിത്ത് ദ ഫ്ലോ ആണ്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോയിലാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണലി നിങ്ങൾ ലോസാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് ലോ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വെക്കാതെ തന്നെ ഗോ ടു ദ ഫ്ലോയിൽ വിട്ടുകൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില കാര്യങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ചില ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ഇപ്പം മാറി മറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാമായിട്ടുള്ളൊരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞു പോകാൻ പോകുന്നുണ്ട്, ആരെയൊക്കെ തേടി പോകുന്നുണ്ട്, നിങ്ങളാരാണ്, നിങ്ങളെന്താണ്, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടും കാണാം. പാസ്റ്റ് ലൈഫ് ആയിരിക്കാം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറേയധികം ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ ഇൻറ്റ്യൂട്ടീവ്ലി ഗിഫ്റ്റുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പുതിയ കാഴ്ചകളായിരിക്കാം, പുതിയ എക്സ്പീരിയൻസഡ് ആയിരിക്കാം, പുതിയ അനുഭവങ്ങളായിരിക്കാം. നിങ്ങളിതുവരെയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് പകുതി മുക്കാലും നിങ്ങൾ ഓക്കെയാണ്. ബട്ട് ഒരു കാലും കൂടെ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ഡിസിഷൻ എടുക്കാൻ പറ്റും, ഒരു ലൂപ്പിൽ നിന്ന് മാറി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി നിങ്ങളുടെ ലൈഫിൽ വരുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആൾക്കാർ വന്ന് കെഞ്ചി തുടങ്ങും. പോയ റിലേഷൻഷിപ്പൊക്കെ ഈ സമയത്ത് വരാൻ തുടങ്ങും. കാരണം ഇറ്റ്സ് എ ഹീലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓറ പവർ കൂടാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ ഫാമിലി, അതുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ലൂപ്പ്, ഒരു ടൈം ലാപ്സൊക്കെ ഈ സമയത്ത് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡയമെൻഷൻ മാറാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ യൂണിവേഴ്സിലുമായിട്ട് കൂടുതലും അടുക്കാൻ വേണ്ടി തുടങ്ങും. ഒരു ഫ്ലോ ഉണ്ടാവും നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്കെല്ലാം ആസ്വദിക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഇമോഷണലി നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും.
നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങും. ഈ സമയം തൊട്ട് നിങ്ങളുടെ ഇന്നർ വോയിസ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ ഫാൻറ്റസി വേൾഡിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ ലൈഫ് നിങ്ങൾ കൂടുതലും ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സമയമായിട്ടാണ് കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം ഇതൊരു ഹീലിംഗ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഹീലിംഗ് സ്റ്റേജ് ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിംപ്ലി നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു ലവ് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. നിങ്ങളെ ഗൈഡ് ബുക്ക്, നിങ്ങളുടെ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കി ഡിവൈൻ പരമായിട്ടും ആ ഒരു എനർജി ടച്ച് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൈഡൻസ് ആരാണ്, നിങ്ങളുടെ എനർജി ആരാണ്, നിങ്ങളെ സംരക്ഷിക്കുന്ന ആരാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ കയറുന്നുണ്ട്. സിംപ്ലി ലവ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന ഡിവൈൻ, നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു എനർജിയോട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഡിവൈൻ ആക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ മെൻറ്ററായിട്ടും കുറേയധികം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരും യൂണിവേഴ്സൽ പരമായിട്ടും. ബട്ട് നിങ്ങൾ തന്നെയാണ് അവിടുത്തെ ഒരു ഹീറോ എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ മുന്നേറ്റി നിർത്തുക എന്നുള്ളതാണ് കിങ്ങിനെ, അതായത് രാജാവാണ് കിരീടം വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ചില ചൈൽഡിഷ് ക്യാരക്ടർ ആവുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ആ വ്യക്തികൾ ഡിപ്പെൻഡ് ആവുന്നുണ്ട്. ആ വ്യക്തികൾ ഭയങ്കരമായിട്ട് നൈസായിട്ട് നിന്ന് പോകുന്നൊരു സിറ്റുവേഷനിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അതൊക്കെ മാറി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെയാണുള്ളത്. ഇപ്പം ഇതിന് പുറമെ ആർക്കും പേഴ്സണായിട്ട് താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ ആരാണോ മനസ്സിൽ കാണുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സണായിട്ട് താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം. ടാറ്റ, സീ യു, ബൈ.